ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഓരോ ഋഷീശ്വരന്മാരും അവനവൻ്റെ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വെച്ചതാണ് വേദങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതിൽ പ്രധാനമായും അതിനെയൊക്കെ ഓരോ സ്വരൂപത്തിൽ ക്രോഡീകരിച്ച് അതിനെ വിസ്തരിച്ച് എഴുതിയതാണ് വേദവ്യാസ മഹർഷി. അങ്ങനെയുള്ള ആ വേദങ്ങളിൽ പറയപ്പെട്ട അതേ കാര്യങ്ങൾ അനുഭവതലത്തിലെത്തിയ ഋഷിമാർ അതിനെ തന്നെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കാണപ്പെടുന്നതനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവ്, നൂനമിച്ചൊന്നതോ തത്വപ്പിരിവിങ്കൽ നാനാവിധം ചൊല്ലും വേദങ്ങളിൽ. കാണപ്പെടുന്നതനാത്മാവ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവ എല്ലാം അനാത്മാവാണ്. നീരാവി എന്ന ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയപ്പെടാത്ത സർവവ്യാപിയായിരിക്കുന്ന ശക്തിവിശേഷത്തിൽ നിന്നാണ് ജലമുണ്ടായത്. ജലം തണുക്കുമ്പോഴാണ് ഐസുണ്ടാകുന്നത്. ജലത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം, തൊട്ടറിയാം, രുചിച്ച് നോക്കാം. അത് ഒന്നും കൂടെ ഘനീഭവിക്കുമ്പോൾ ഐസായി മാറുന്നു. അപ്പോൾ അതിനൊരു പ്രത്യേക രൂപം ഉണ്ടാകുന്നു, നിറമുണ്ടാകുന്നു. വെള്ളമാകുമ്പോൾ നിറമില്ല, രൂപമില്ല, ഒരു പ്രത്യേക ആകൃതിയില്ല. എന്നാൽ ജലമാകുമ്പോൾ, ജലത്തിൽ നിന്നും അത് ഐസാകുമ്പോൾ അതിന് നിറം വരുന്നു, അതിന് ഒരു പ്രത്യേക ആകൃതിയും ഉണ്ടാകുന്നു. അതിനെ അങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടാറായിത്തീരുമ്പോൾ അതിന് അനാത്മാവ് എന്ന് പറയുന്നു. ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും അറിയപ്പെടാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് ആത്മാവെന്നും. ആത്മാവ് രൂപാന്തരപ്പെട്ടതാണ് അനാത്മാവ്. നീരാവി രൂപാന്തരപ്പെട്ടപ്പോൾ ജലമായി മാറിയതുപോലെ. അതാണ് കാണപ്പെടുന്നതനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവ്. ഇതിനെയൊക്കെ ആരാണോ കാണുന്നത്? കണ്ണല്ല കാണുന്നത്, കണ്ണ് കാണാനുള്ള ഉപകരണമാണ്. ഇതിനെയൊക്കെ ആരാണോ കാണുന്നത്? ആ ആളാണ് നീ. കാണുന്ന സാക്ഷി നീ ആത്മാവ്. സാക്ഷിയായി വർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവാണ് നാം ഓരോരുത്തരും എന്നാണ്. നൂനമിച്ചൊന്നതോ തത്വപ്പിരിവിങ്കൽ, ഈ പറയപ്പെട്ടത് തന്നെയാണ് തത്വങ്ങളായിട്ട് പിരിച്ച്, അതായത് വേർതിരിച്ച് പറയപ്പെടുന്നത്. പറയപ്പെട്ട കാര്യങ്ങളാണ് വേദങ്ങളിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലും അതുപോലെ മറ്റു പുരാണങ്ങളിലും 4 വേദങ്ങളിലും എല്ലാം ഇതിൻ്റെ രൂപാന്തരം മാത്രമാണ്. ഇതിനെ പലതരത്തിൽ പിരിച്ചു പറയുന്നതാണ്. ഇതിനെയാണ് പലതരത്തിൽ കാണപ്പെടുന്നതനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവ്, നൂനമിച്ചൊന്നതു തത്വപ്പിരിവിങ്കൽ നാനാവിധം ചൊല്ലും വേദങ്ങളിൽ. പലതരത്തിൽ പറയപ്പെടുന്നത്, ആ വേദങ്ങളിൽ പലതരത്തിൽ പറയപ്പെടുന്നത് ഈ ഒരേ കാര്യത്തെ തന്നെയാണ് എന്ന് നാം ബോധിക്കണം. ഇത് നാം ആ ദിശയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കും ഇത് അനുഭവമാകും. ഇപ്പോൾ നമുക്കിത് അനുഭവമില്ല എന്ന് കരുതി അതില്ലാത്തതാണ് എന്ന് പറയുന്നത് കണ്ണടച്ച് സൂര്യനില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഒരച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ട ഏകപുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രൻ മരണപ്പെട്ടുപോയി. ആദ്യം അവർ മക്കളും അച്ഛനും അമ്മയും ഒക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വഴിപാടുകൾ കഴിക്കും, ഭഗവാന്റെ രൂപങ്ങളൊക്കെ ശരീരത്തിൽ കൊത്തിവെക്കും. എന്നിട്ട് വലിയ ഭക്തോത്തമന്മാരായിരുന്നു. എന്നാൽ മകൻ്റെ മരണത്തോടുകൂടി ഭഗവാൻ ഉണ്ടെങ്കിൽ എൻ്റെ മകനെ തിരിച്ചെടുക്കുമോ? എൻ്റെ മകനെ എനിക്ക് തരില്ലേ? എന്നെ ദുഃഖിപ്പിക്കലാണോ ഭഗവാന്റെ കടമ എന്നെല്ലാം ചോദിച്ച് ഭഗവാൻ എന്ന ഒന്നില്ല, ഈശ്വരൻ ഇല്ല എന്നതിൻ്റെ തെളിവ് ഇതാണ് എന്ന്
പറയാൻ തുടങ്ങി. കാര്യകാരണ സഹിതം എന്താണ് ജനനം, എന്താണ് ജീവിതം, എന്താണ് മരണം എന്നറിയാത്തത് കൊണ്ടാണ് ഇപ്രകാരം അവർ പറയുന്നത്. അപ്പം ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ ശക്തിക്കാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അവർ പുത്രദുഃഖം കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടവരാണ്. അത് പുത്രൻ ഉണ്ടാവണം, ഉണ്ടായി നശിക്കണം. അപ്പോഴല്ലേ അവർക്ക് ആ ദുഃഖം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അത് ബോധിക്കണം. ഈ ലോകത്തിൽ ഓരോ വ്യക്തിയും ദുഃഖം അനുഭവിക്കാൻ ഏക കാരണം അവനവൻ്റെ കർമ്മങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതിന് ഭഗവാൻ ഉത്തരവാദിയല്ല, ഈശ്വരൻ അതിന് ഉത്തരവാദിയല്ല. നാം ചെയ്യുന്നത് എന്തോ ആ കർമ്മഫലത്തെ തരുന്നത് ഈശ്വരൻ. കർത്തരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം ജഡം ജഡം. കർമ്മം ജഡമാണ്. ആ കർമ്മത്തിൻ്റെ ദാതാവ് ചൈതന്യവുമാണ്. കർത്താവ് ഈശ്വരനാണ്. ഈശ്വരൻ്റെ നിശ്ചയപ്രകാരമാണ് കർമ്മങ്ങൾ ഓരോന്നും നടക്കുന്നത് എന്ന് നാം ബോധിക്കണം. ഏത് കർമ്മം ചെയ്യുന്നോ അതിനനുസരിച്ച് ഫലം നമുക്ക് ലഭിക്കുന്നു. കണ്ണടച്ചുകൊണ്ട് നടന്നാൽ ഇരുട്ടിൽ തപ്പിത്തടയേണ്ടി വരും. കണ്ണ് തുറന്ന് ഒരു വെളിച്ചം നാം കൊണ്ടുവരികയാണെങ്കിൽ നമുക്കെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. അതിന് സൂര്യനല്ല ഉത്തരവാദി. നാം കണ്ണടച്ചിട്ട് സൂര്യനില്ലെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സൂര്യനുള്ളതിനെ കാണാനാണ് കണ്ണ് തന്നിരിക്കുന്നത്. അപ്പോൾ സൂര്യനോ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഈശ്വരൻ ഇല്ലാത്തതാണ് എന്ന് പറയുന്നത്. അതിനാൽ കാണപ്പെടുന്നതനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവ്, നൂനമിച്ചൊന്നതു തത്വപ്പിരിവിങ്കൽ നാനാവിധം ചൊല്ലും വേദങ്ങളിൽ.